ഞാൻ കുഞ്ഞായിരിക്കുമ്പോ ഡ്രൈവിംഗ് സീറ്റില് അച്ഛന്റെ മടിയിലിരുത്തി എത്രയോ പ്രാവശ്യം സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എന്റെ അച്ഛന്? ഞാൻ സ്റ്റീറിംഗിൽ പിടിച്ച് അതിലെ പോണം ഇതിലെ പോണം എന്നൊക്കെ വാശി പിടിക്കുമ്പോ എന്റെ രാജകുമാരിക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ ഒക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞ് അച്ഛൻ ആ വഴിയിലൂടെ ഒക്കെ ഓടിക്കും. അതുകൊണ്ട് പലപ്പോഴും സ്കൂളിലെത്താൻ വൈകും. ക്ലാസ് ടീച്ചറുടെ കയ്യിൽ നിന്ന് എനിക്ക് മാത്രമല്ല അച്ഛനും വഴക്ക് കിട്ടും. അപ്പോഴേ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയും, എന്റെ മോള് പറഞ്ഞ വഴിയിലൂടെ കാർ ഓടിച്ചതുകൊണ്ടാ വൈകിയതെന്ന്. എന്റെ മോള് എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കുമെന്ന്. അച്ഛന്റെ ആ ചിരിയുണ്ടല്ലോ, മോളോടുള്ള സ്നേഹം നിറഞ്ഞ ആ ചിരി. അത് ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. ഞാനത് അനുഭവിക്കുന്നുണ്ട് അച്ഛ. ഇന്ന് അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും മകളല്ലെന്ന്. തെരുവിൽ കിടന്നിരുന്ന എന്നെ നിങ്ങൾ എടുത്തോണ്ട് വന്നതാണെന്ന്. ആണോ അച്ഛാ? സത്യാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? സത്യാണോ അമ്മ പറഞ്ഞത്? ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും അച്ഛാ? എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഒരച്ഛന്റെ അമ്മയുടെയും സ്നേഹമായിരുന്നു. നിങ്ങള് അത് അഭിനയിക്കായിരുന്നു എന്ന് പറഞ്ഞ ഞാനത് വിശ്വസിക്കില്ല. ഒരച്ഛനും അമ്മയും മകളെ ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ കയ്യിലും ഒക്കത്തും ചുമലിലും ഒന്നും കൊണ്ടു നടന്നിട്ടുണ്ടാവില്ല. ഞാൻ അനാഥയല്ല അച്ഛാ, ഞാൻ അനാഥയല്ല. എന്റെ അച്ഛൻ അച്യുതനാണ്, അമ്മ അംബികയും. രണ്ടുപേരും എനിക്കുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ അനാഥയാവും? അച്ഛൻ ഇപ്പതേ ഇവിടെ ഉണ്ടായിരുന്നെങ്കില് അമ്മ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു. നീ എന്റെ മകളല്ലെന്ന് പറഞ്ഞ എന്റെ പെറ്റമ്മയെ അന്വേഷിച്ച് ഞാൻ എന്റെ പാട്ടിന് പോകുന്നായിരിക്കും അമ്മ കരുതിയത്, അല്ലേ അച്ഛാ? അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കാൻ കാശ് വേണമല്ലോ. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെടണ്ടെന്ന് കരുതി നമ്പർ ഇറക്കിയതാ. അമ്മയല്ലെന്ന് പറഞ്ഞ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കില്ലല്ലോ. അമ്മ എന്തൊരു മണ്ടിയല്ലേ അച്ഛാ? ഭൂമി അങ്ങനെ അങ്ങിട്ടിട്ട് പോവോ? ഈ ഭൂമിയെ കുറിച്ച് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അമ്മേ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ എങ്ങനെ വിടുവോ അമ്മേ? എന്നെ അകറ്റാൻ വേണ്ടിയാണ് അമ്മ അങ്ങനെ പറഞ്ഞതെങ്കിൽ അമ്മ തോറ്റു. എന്ത് വില കൊടുത്തും ഞാൻ അമ്മയെ ജയിലിൽ നിന്ന് പുറത്തിറക്കും. അതിന് എത്ര കാശ് വേണമെങ്കിലും ഇറക്കും. ഏതറ്റം വരെയും പോവും. ഈ ഭൂമിക്ക് ജീവനുണ്ടെങ്കിൽ എന്റെ അമ്മ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. ഈ മോളോടൊപ്പം ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്റെ അമ്മ.